ഒന്നാമത്തെ പണിഷ്മെന്റ് മൊട്ടത്തലി കരിയോയിൽ തേക്കണം 30 പ്രാവശ്യം. മൂന്നാമത്തെ പണിഷ്മെന്റ് ആ കരിയോയിൽ ഊരിയിട്ട് വീണ്ടും വന്ന മൊട്ടപ്പത്തല തേക്കണം. മൂന്നാമത്തെ പണിഷ്മെന്റ് ഇട്ട കണ്ണാളെ കുത്തി പൊട്ടിക്കണം. മൂന്നാമത്തെ പണിഷ്മെന്റ് എഴുഞ്ഞെഴിഞ്ഞ് വന്നിട്ട് പറയണം അയ്യോ ഞങ്ങൾ തോറ്റേന്ന് പറയണം. ഇവന്റെ ഈ ചേമ്പിന്റെ മുഖം കാണണ്ട. കുലുക്കി ഇജ് ഇതില് വരണ്ട മളെ. ഇത് ഭയങ്കര പ്രശ്നമുള്ള കളിയാണ്. ഇജ് എന്തിനാണ് ഇതില് വന്നത്? ഞാൻ ഒരു കഥ. എന്താ പ്രശ്നം? എന്താ പണിഷ്മെന്റ് എടുക്കാണ്ടെന്തിനാ? പല്ലുമ്പത്തേക്ക് എന്തിനാ? അല്ലല്ല മൊട്ടെ തേക്ക് കരിയോയില്. ഇജ് കരിയോയിലാ തേക്കണ്ട്. സംഭം പൂർണ്ണ നരസിംഹം. എന്താ രസം. എന്ത് പറഞ്ഞേ കൂ വെച്ചിട്ട് എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറയടാ. അക്ഷരപ്രതിയോടെ സംസാരിക്കണം. അയ്യോ സൈഡും ബാക്ക് കൊടുക്ക്. സൈഡും ബാക്കും ക്ലിയർ ആവട്ടെ. അവിടെ പോണോലൊക്കെ ഇങ്ങോട്ട് പോരും. അവിടെ ബ്ലോക്ക് ആക്കണോലൊക്കെ ഇങ്ങോട്ട് പോരും. വെൽക്കം ടു കരീം ലൈവ്. കറക്കുന്നില്ല മൊട്ടെ. കരിയോലി തേക്ക്. കരിയോലി. ഓക്കേ ലാസ്റ്റ് മാച്ച് ഈ ഞാൻ ടീഷർട്ട് വേണ്ട കുക്കിജ് പാവാണ്. സിംഗിൾ ഉണ്ട് അങ്ങനെയല്ലേ കളിക്കാൻ. എല്ലാവരും സിംഗിൾ കളിക്കുന്നത്. നിങ്ങൾ കട്ടാക്കി പോന്നാ പോട്ടെ പോയി ഒരു കഥ ഇവിടെ പോവും. അറിയാം ഫീമാറിൽ കളിക്കൂ. ആടാ ഫീമാറിലെ കളിക്കണു. ടിബ്ലച്ചിന്റെ ആടാ കട്ടാക്കി പോവും. എന്നോട് വെറുപ്പൊന്നും വിചാരിച്ചല്ലേ? നിങ്ങൾ ടീമിനെ എടുക്കല്ലേ? കഥ